നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ബിജെപിയുടെ കള്ളവോട്ടിനെതിരെ വടകര MP ഷാഫി പറമ്പിൽ നയിക്കുന്ന നൈറ്റ് മാർച്ച് പേരാമ്പ്ര കല്ലോട് ബൈപ്പാസിൽ നിന്നും ആരംഭിച്ച് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. മീഡിയ വിഷൻ പകർത്തിയ സമര കാഴ്ചകളിലേക്ക്. അനേകായിരം തീരദേശാഭിമാനികളെയും ഭരണാധികാരികളും നട്ടുവളച്ചോളത്തെ ഇന്ത്യയുടെ ഭരണഘടനയും ജനാധിപത്യ സംവിധാനങ്ങളും മട്ടുമറിക്കുന്ന നരേന്ദ്ര മോദിമാരുടെ ഭരണകൂടത്തിനെതിരെ പ്രിയപ്പെട്ടവരെ, രാജ്യത്തിന്റെ ജനാധിപത്യ സംരക്ഷണങ്ങൾക്ക് കരുത്തു പകരുന്ന ഐക്യവാക്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലയിലെ UDF നേതാക്കന്മാരായി നിൽക്കുന്ന ലഭ്യമാനായ DCC പ്രസിഡന്റ് രാജ്യത്തിന്റെ ജനാധിപത്യ സംരക്ഷണങ്ങൾക്ക് കരുത്തുകൊണ്ടാൽ ഈ രാജ്യമെമ്പാടും രാഹുൽ ഗാന്ധി നയിക്കുന്ന പോരാട്ടങ്ങൾക്ക് ഐക്യരാഷ്ട്രം പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്നു. അനുഗ്രഹി പോലീസിനോട് ഏറ്റുമുട്ടേണ്ട ജാഥയല്ല പ്രിയങ്കരനായ MP ഷാഫി പറമ്പിൽ നയിക്കുന്ന ജാഥ ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. വളരെ മാന്യമായി ഇടപെടുക. പോലീസ് നമ്മളെ സംരക്ഷണത്തിനാണ്. UDFന്റെ പ്രവർത്തകന്മാർ അല്പ സംയമനം പാലിച്ചുകൊണ്ട് പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ MPയുടെ നേതൃത്വത്തിൽ ജില്ലാ UDF നിങ്ങളെല്ലാവരും ഭിന്നശേഷി കുട്ടികളുടെ ഓണാഘോഷം ഈ വടകര നിയോജകമണ്ഡലത്തിലെ 9 ലക്ഷം സ്കൂളുകളിൽ ഏതാണ്ട് 350 അവരുടെ ഡാൻസും പാട്ടും അവരുടെ രക്ഷിതാക്കളും ഇന്നത്തെ എല്ലാ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഈ നിയോജകമണ്ഡലത്തിലെ വടകര നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും രാഷ്ട്രീയത്തിനും ഓണത്തിൻ്റെ ഒരു സന്ദേശം, അതും പ്രിയപ്പെട്ട ഭിന്നശേഷി മക്കളുടെ അവരുടെ കലാപരമായ പരിപാടിയായിരുന്നു. വിഷ്ണു കുറച്ച് ലെവലപ്പ് ചെയ്യാൻ അത്തരം വിഷ്ണു കുറച്ച് ലെവലപ്പ് ചെയ്യാൻ വിഷ്ണു അവരുടെ
അത് അവരുടെ ഇഷ്ടം. ഒരു കാര്യം ഞാൻ പറയാൻ സമരങ്ങൾക്ക് ഒരു തരത്തിലുള്ള സമരങ്ങൾക്കോ കരിങ്കൊടിക്കോ പ്രതിഷേധത്തിനോ ഒന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ സമരം ചെയ്യുന്നവരാണ്. സമരം ചെയ്തിട്ടുമുണ്ട്, സമരം കണ്ടിട്ടുമുണ്ട്, സമരം നേരിട്ടിട്ടുമുണ്ട്. അതിനൊന്നും ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ല. പക്ഷെ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമരത്തിൻ്റെ ഭാഗമായി വന്നിട്ട് ക്യാമറയിൽ കൊണ്ട് വന്നിട്ട് പിന്നെ പേര് വന്നിട്ട് കേട്ടാലടക്കുന്ന ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോകണമെന്ന് പറയുമ്പോൾ മാത്രം എന്നാലും ഒരു അക്രമത്തിനും അതിക്രമങ്ങളോട് മറുപടി പറയാനായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇപ്പം പേടിപ്പിച്ചത് കേട്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ആവാസം കേട്ടിട്ടോ കൂടി പോകാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു ജനാധിപത്യ വിരുദ്ധത എൻ്റെ ഭാഗത്ത് പോലീസ് അവിടെ ഉണ്ടായിരുന്നു. പോലീസ് അവിടെ അടുത്ത് നേരത്തെ മാറ്റിയൊന്നുമില്ല. അതൊക്കെ പോലീസിൻ്റെ ഇടയിൽ. ഞങ്ങൾക്കിപ്പോൾ വടകര അങ്ങാടി കൂടെ പോകാൻ അല്ലെങ്കിൽ വടകര അങ്ങാടി കൂടെ നടത്താൻ ആരുടെയും സ്പെഷ്യൽ പെർമിഷൻ്റെ ആവശ്യമില്ല, സ്പെഷ്യൽ സാങ്ഷൻ്റെ ആവശ്യമില്ല. ജനങ്ങൾ വോട്ട് ചെയ്തും ജയിപ്പിച്ചിട്ടൊക്കെ തന്നെയാണ് ഞങ്ങളോട് പ്രവർത്തനം നടത്തുന്നത് നിലനിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് ഒരു അക്രമത്തിനും തിരിച്ച് അതിക്രമം കൊണ്ട് മറുപടിയില്ല. ഒരു കാര്യം ഞാൻ തീർത്തു പറയുന്നു, മറ്റ് ആരുടെ ഭീഷണിയുടെ മുമ്പിലും മുട്ടുമടക്കാനും ആഗ്രഹിക്കുന്നില്ല. ഞാൻ വടകരയിൽ തന്നെ ഉണ്ടാവും. ഇനി അടുത്തൊരു ചോദ്യം, എന്നെ തടയുന്നതിന് എനിക്കതിന് സമരം ചെയ്യുന്നതിൻ്റെയൊക്കെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നത്. ഈ ലോജിക്ക് മുഖ്യമന്ത്രിയുടെ പിന്നെ പേഴ്സണൽ സ്റ്റാഫിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയൻ്റെ ഭാഗമാണ്. ഈ ലോജിക്ക് അവരുടെ പാർട്ടിയിലെ MLA-മാരുമായി ബാധകമാണ്. ഈ ലോജിക്ക് മന്ത്രിസഭയിലുള്ള അംഗങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ബാധകമാണ്. ഈ ലോജിക്ക് അവരുടെ പാർട്ടി പ്രവർത്തകർ SFI പോലുള്ള പാർട്ടി ഘടകങ്ങളിലുള്ള നിരവധി കാര്യങ്ങൾക്ക് എല്ലാവർക്കും പറയാം. ഈ ലോജിക്ക് അവിടെ ബാധകമാണ്. MLA-മാരുൾപ്പെടെയുള്ള ആളുകളുടെ കാര്യത്തിൽ അത് ബാധകമാണ്. അതൊന്നും നോക്കാതെ രാഷ്ട്രീയ പ്രേരിതമായി ആയിക്കോട്ടെ, രാഷ്ട്രീയതാണെങ്കിൽ സമരം ചെയ്തുകൊണ്ട് അപ്പോഴും പറയുന്നു ലോജിക്കിൻ്റെ ന്യായീകരണങ്ങളില്ലെങ്കിൽ പോലും സമരം ചെയ്യാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വായടപ്പിക്കാമെന്നോ പീഡിപ്പിച്ചിട്ട് നിലത്തിറങ്ങാതിരിക്കാനൊന്നും അത് കരുതരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതും ഒരു അക്രമവും അതിക്രമവും തിരിച്ചുണ്ടായിട്ടില്ല. മോശപ്പെട്ടൊരു വാക്കോ പദം ഉപയോഗിച്ചിട്ടില്ല. ഒരു കാര്യം തീർത്തു പറയുന്നു, ആരുടെ മുമ്പിലും ഭയപ്പെട്ടിട്ട് വടകരയിലെ പൊതുപ്രവർത്തനത്തിൽ ആരും കരുതാറില്ല. ഈ സമരത്തിൻ്റെ ഒരു വാക്കുണ്ട്, പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് വടകര നൽകിയ ഉജ്ജ്വലമായ പിന്തുണയാണ് ഇന്ന് നമ്മൾ കണ്ടത്. രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തുന്ന പോരാട്ടം, രാഹുൽ ഗാന്ധിക്ക് സമാനമുള്ള പറയുന്നത് തോരാതെ പെയ്യുന്ന മഴയാണ്. ആ മഴയത്ത് പോയി ആയിരക്കണക്കിന് ആളുകൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന പോരാട്ടത്തിലുള്ള ജനമനസ്സിലുള്ള ഏറ്റവും വലിയ പിന്തുണയുടെ ഒരു തെളിഞ്ഞ ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ വാർത്തയിൽ ഒരു വീട്ടിൽ 252 വോട്ട്, ഒരു വീട്ടിൽ 300 വോട്ട്, ഒരു വീട്ടിൽ പിന്നെ 96 വോട്ട്. ഇതൊക്കെ ഇന്നത്തെ വാർത്തയിൽ നമ്മൾ കണ്ടു. UP നിന്നുള്ള വോട്ടുകൾ ബീഹാറിലേക്കാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ തെരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായും ഈ മോഡിയുടെയും BJP-യുടെയും ഇംഗിതത്തിനനുസരിച്ച് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്ന പാർട്ട്ണർ നയമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ BJP കമ്മീഷൻ മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ പ്രതിരോധിക്കുക അല്ലാതെ മറ്റു വഴികളില്ല. അത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ആ പോരാട്ടം തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് വടകരയുടെ പിന്തുണയുണ്ട് എന്നതാണ് ഇന്നത്തെ രാഹുൽ ഗാന്ധി. എന്ത് മറുപടിയാണ് അവരറിയിക്കുന്നത്? എന്ത് മറുപടി അവരറിയിക്കുന്നത്? DYFI വടകര ബ്ലോക്ക് കമ്മിറ്റിക്ക് ഞാനാണ് നിർദ്ദേശം കൊടുക്കുന്നത്. കൂടിയെടുത്ത് എൻ്റെ വണ്ടി മുമ്പിലേക്ക് ഞാൻ